നാട്ടിൽ സമസ്തക്കാരായ ആളുകളും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്ന ഒരു പൊതുവായ കാര്യമാണ് അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് സമസ്തക്കാരും പ്രത്യക്ഷത്തിൽ അംഗീകരിക്കുന്നു. ചെയ്തി തിരിച്ചാണെങ്കിലും, ചെയ്തികളും അവരുടെ നിലപാടുമൊക്കെ തിരിച്ചാണെങ്കിലും പറയുമ്പോൾ അവർ പറയും ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇലാഹായി ആരാധനക്കർഹനായി മറ്റാരുമില്ല. അതുകൊണ്ട് ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിനാണ്, ആരാധന മുഴുവൻ അള്ളാഹുവിനാണ്, പ്രാർത്ഥന മുഴുവൻ അള്ളാഹുവിനാണ് എന്ന് അവരും പ്രത്യക്ഷത്തിൽ സമ്മതിക്കാറുണ്ട്. ഇനി അഥവാ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം എന്ന് സമസ്തക്കാർ നേർക്കുനേരെ പറഞ്ഞിരുന്നുവെങ്കിൽ അപ്പം നമ്മളും അവൻ തമ്മിലുള്ള ചർച്ചയുടെ റൂട്ട് തീർച്ചയായും മറ്റൊന്നാകുമായിരുന്നു. അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം എന്നായിരുന്നു അവരുടെ വാദമെങ്കിൽ നമുക്കവിടെ തെളിയിക്കേണ്ടത് എന്താണ്? അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാ തെളിയിക്കേണ്ടത്. സമസ്തക്കാർ അഥവാ പറയുന്നുവെങ്കിൽ എന്ത്, അള്ളാഹിനെ മാത്രമല്ല അല്ലാത്തവരെയും ആരാധിക്കാം, ഇബാദത്ത് ചെയ്യാം എന്ന് സമസ്തക്കാർ പറയുന്നുവെങ്കിൽ നമ്മൾ തെളിയിച്ചു കൊടുക്കേണ്ടത് അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അപ്പം മക്കത്തെ മുശ്രിക്കീങ്ങൾ നബിയോട് പറഞ്ഞ വാചകം അതാണ്, മഹാന്മാരെയും ആരാധിക്കാം, ലാത്തയെയും ആരാധിക്കാം, ഉസ്സയെയും ആരാധിക്കാം, അല്ലാഹ് മാത്രമൊന്നുമല്ല ഇലാഹ് എന്നാണ് അവരെ വാദം. അവിടെയാണ് അല്ലാഹു മാത്രമാണ് ഇലാഹ് എന്ന് തന്നെ നബി തങ്ങൾ അവരെ പഠിപ്പിക്കാൻ സമയം കണ്ടെത്തിയത്. പക്ഷെ സമസ്തക്കാരുടെ വാദം അള്ളാഹിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ഞങ്ങളും സമ്മതിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അതല്ല ഇനി നമ്മളും അവൻ തമ്മിൽ തെളിയിക്കേണ്ടുന്ന ഭാഗം. അതുപോലെ തന്നെ ആരോടും പ്രാർത്ഥിക്കാം, അള്ളാഹുവിന് മാത്രമൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത് എന്നായിരുന്നു വാദമെങ്കിൽ അവിടെ നമ്മൾ തെളിയിക്കേണ്ടത് എന്താണ്? ഇന്ന് കാണുന്ന ഈ രൂപത്തിലല്ല. അപ്പം തെളിയിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നായിരുന്നു അപ്പോൾ നമുക്ക് തെളിയിക്കേണ്ടി വരിക. പക്ഷേ സമസ്തക്കാരായ ആളുകൾ പറയും, ഞങ്ങൾ ആരാ പ്രാർത്ഥിക്കുന്നത് മൊഹീദ്ദീൻ ശൈഖിനോട്, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് തന്നെയാണ്, അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ് സമസ്തക്കാർ പ്രത്യക്ഷത്തിൽ പുറത്തേക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെന്താ ചെയ്യുന്നത്? സ്വാഭാവികമായി അവർ ചെയ്യുന്നത് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാവൂന്ന് പറയുകയും അല്ലാത്തോടും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ് പ്രവൃത്തിപഥത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനവർ പറയുന്ന ന്യായം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ സഹായം തേടുന്നേ ഉള്ളൂ എന്നാണ്. ഞങ്ങളാരും അള്ളാഹു അല്ലാത്തവർ പ്രാർത്ഥിക്കുന്നില്ല, ഞങ്ങൾ മഹാന്മാരോട് സഹായം തേടുന്നു, അള്ളാഹു നൽകിയ കഴിവിൽ നിന്ന് സഹായിക്കുമെന്ന വിശ്വാസത്തിൽ ഞങ്ങൾ അവർ സഹായം ചോദിക്കുന്നേയുള്ളൂ, അത് പ്രാർത്ഥനയല്ല, നിങ്ങളതിന് പ്രാർത്ഥന എന്ന് പേരിട്ടതാണ് എന്നാണ് സമസ്തക്കാർ ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കാറുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എപ്പോഴാണ് ആരാധനയാവുക, എപ്പോഴാണ് പ്രാർത്ഥനയാവുക, എന്താണ് ആരാധന, എന്താണ് പ്രാർത്ഥന എന്നതായി ചർച്ചയുടെ മർമ്മം. ആരാധിക്കാൻ പറ്റോ ഇല്ലേ, ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. കാരണം അവരും സമ്മതിക്കുന്നു, നമ്മളും പറയുന്നു ഇബാദത്ത് അല്ലാഹ്ക്ക് മാത്രം. അവരും പറയുന്നു, നമ്മളും പറയുന്നു പ്രാർത്ഥന അല്ലാഹുവിന് മാത്രം. പക്ഷേ ഇന്ന് ചില മുസ്ലിംമാരൊക്കെ മാറിട്ടോ, ഇന്ന് അവർ പ്രാർത്ഥിക്കാമെന്ന് തന്നെ നേരെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഈ ചർച്ചയുടെ മർമ്മം ഇതായി മാറി. എന്താണ് ഇബാദത്ത്, എപ്പോഴാണ് ഇബാദത്ത് ആവുക, ഒരു കാര്യം എപ്പോഴാണ് ആരാധനയാവുക, ഒരു കാര്യം എപ്പോഴാണ് പ്രാർത്ഥനയാവുക. നിങ്ങളെ ചെയ്യുന്ന സഹായാത്ര എന്ന് പേരിട്ട് വിളിച്ച, ഇസ്തിഗാസ എന്ന് ഓമന പേരിട്ട ആ വിളി, അത് ദുആ തന്നെയാണ്, പ്രാർത്ഥന തന്നെയാണ്, അത് ഇബാദത്ത് തന്നെയാണ്. നിങ്ങളുടെ വണക്കങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും നിങ്ങളുടെ ഭയവും നിങ്ങളുടെ നേർച്ചയും നിങ്ങൾ മഹാന്മാർക്ക് അർപ്പിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയും അത് അവർക്കുള്ള ഇബാദത്ത് തന്നെയാണ്, ആരാധന തന്നെയാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ടതായി മാറി നമ്മുടെ ബാധ്യത. അതുകൊണ്ട് ചർച്ചയുടെ മർമ്മം അതിലേക്കെത്തി. അതല്ലാതെ ഈ വാചകങ്ങളൊന്നും മുൻഗാമികൾ വെറുതെ എടുത്ത് ഉപയോഗിച്ചതല്ല. ഇന്ന് മുസ്ലിയാക്കന്മാർ ആ പഴയ വാദം സ്ഥാപിക്കാൻ അവർ ഇപ്പോഴും കടന്ന് ശ്രമിക്കലുണ്ട്. ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല എന്നത് പേരോട് മുസ്ലിയുടെ ഒരു പ്രസംഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കലില്ല, ഞങ്ങൾ മഹാന്മാരോട് അപേക്ഷിക്കലാണ്, ഞങ്ങൾ സഹായം തേടലാണ്. അതിന് നിങ്ങൾ പറയുന്ന പേരാ പ്രാർത്ഥിക്കുക. നിങ്ങൾ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പെർമിഷന് വേണ്ടി പ്രാർത്ഥിക്കലുണ്ടോ? ഇല്ല, അപേക്ഷിക്കല. ദൈവത്തോട് ചോദിക്കുന്നതിന്, ഈശ്വരനോട് ചോദിക്കുന്നതിന്, പടച്ചവനോട് ചോദിക്കുന്നതിന് പറയുന്ന വാക്കാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. സൃഷ്ടികളോട് ചോദിക്കുന്ന ചോദ്യത്തിന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മുജാഹിദീങ്ങൾ മനഃപൂർവ്വം ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വാചകമാണത്.
അപ്പം ഇതാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളാരും പ്രാർത്ഥിക്കുന്നില്ല, പ്രാർത്ഥിച്ചു എന്ന് പറയാറില്ല. അത് ഞങ്ങളുടെ സഹായ തേട്ടത്തെ പ്രാർത്ഥനയാക്കി മാറ്റാൻ, ശിർക്കല്ലാത്ത തേട്ടത്തെ ശിർക്കാക്കി മാറ്റാൻ, ഞങ്ങളെ മുസ്ലിക്കാക്കി മാറ്റാൻ മുജാഹിദീങ്ങൾ കണ്ടെത്തിയ വഴിയാണ് ഇതിനൊക്കെ പ്രാർത്ഥന എന്ന് പേരിടുക. ഇതാണ് മുസ്ലിയാക്കന്മാർ പണ്ടേ പറഞ്ഞു പോരുന്നത്. പിന്നീടാണ് ചില മാറ്റങ്ങളൊക്കെ വന്ന് എന്ന് പറഞ്ഞാൽ അലങ്കാരം, അർത്ഥന എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അലങ്കാരത്തോട് ആവശ്യപ്പെടുക, ഒരു കാര്യം അലങ്കാരത്തോട് ആവശ്യപ്പെട്ടാൽ എങ്ങനെ ശിർക്കാകുമോ എന്നൊക്കെ കാന്തപുരം മുസ്ലിയാരൊക്കെ പിന്നെ കണ്ടുപിടിച്ചത് അഴിയടക്കാലത്തായിരുന്നു. ആവട്ടെ, അതല്ല നമ്മുടെ വിഷയം. എന്താണെങ്കിലും ചർച്ചയുടെ മർമ്മം ഇതായി മാറി എന്നാണ് സൂചിപ്പിച്ചത്. പിന്നെ സമസ്തക്കെ കണ്ടെത്തിയ ന്യായം എന്താ? അപ്പം ഞങ്ങളുടെ സഹായാർത്ഥന മാത്രമാണ്, പ്രാർത്ഥനയല്ല, ഇബാദത്തല്ല എന്ന് പറയാൻ അവർ കണ്ടെത്തിയ മാർഗം ആരോട് തേടിയാലും എങ്ങനെ തേടിയാലും ശരി, എന്തു തേടിയാലും അതൊന്നും പ്രാർത്ഥനയാവുക ഇല്ല. പ്രാർത്ഥന ആകണമെങ്കിൽ അവർക്ക് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം എന്നാണ്. പ്രാർത്ഥനയാകണമെങ്കിൽ ആ വ്യക്തിക്ക്, ആ സൃഷ്ടിക്ക് സ്വയം കഴിവുണ്ട്, അത് ഇലാഹാണ്, അത് ഖാലിഖാണ് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ട് തേടിയെങ്കിൽ മാത്രമേ ഒരു തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പറയുകയുള്ളൂ. ആ വിശ്വാസമില്ലെങ്കിലോ ഏത് സൃഷ്ടിയോട് എന്തു തേടിയാലും എങ്ങനെ തേടിയാലും ഏതു ഭാഷ വിളിച്ചാൽ കേൾക്കുമെന്ന് വിശ്വസിച്ചാലും അതൊന്നും ശിർക്കാകുന്ന പ്രശ്നമില്ല, ദുആ ആകുന്ന പ്രശ്നമില്ല, പ്രാർത്ഥനയാകുന്ന പ്രശ്നമില്ല എന്നാണ് അവർ സ്ഥാപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ആ വാദം ശരിയാണോ? അതൊരിക്കലും ശരിയല്ല. അത് ശരിയല്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലേ ഒരു തേട്ടം ഇബാദത്തായി മാറുകയുള്ളൂ എന്ന വാദം അത് ശരിയല്ല. കാരണം പ്രമാണങ്ങൾ എന്തിനെയെല്ലാം കുറിച്ച് എവിടെയെല്ലാം ഇബാദത്ത് എന്നും അതേപോലെ ദുആ എന്നും ശിർക്ക് എന്നും ഒക്കെ പരിചയപ്പെടുത്തിയോ അവിടെയൊന്നും സ്വയം കഴിവ് വകവെച്ചു കൊടുത്തപ്പോൾ മാത്രമല്ല പ്രമാണങ്ങൾ അങ്ങനെ പരിചയപ്പെടുത്തിയത്. ഉദാഹരണമായി ഹദീസിൽ വന്ന ചില പദപ്രയോഗങ്ങൾ കാണാം. സത്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ ഹലഫ ബിഗൈരില്ലാ ഫഖദ് അശ്റക. മൻ ഹലഫ ബിഗൈരില്ലാ, അല്ലാഹു അല്ലാത്ത പേരിൽ വല്ലവരും സത്യം ചെയ്താൽ ഫഖദ് അശ്റക, തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. സത്യം ചെയ്യപ്പെടുന്ന ആൾക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്നല്ലല്ലോ, ആ വിശ്വാസത്തിലല്ലല്ലോ സത്യം ചെയ്യാനുള്ളത്. എന്നിട്ട് പോലും സത്യം ചെയ്താൽ ശിർക്ക് ചെയ്തുവെന്ന് നബി തങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു. ഇന്നറുഖ വത്തമാഇമ വത്തിബലത ശിർക്കുൻ, ഉറുക്കുകൾ, ഏലസുകൾ, മന്ത്രങ്ങൾ അവയെല്ലാം ശിർക്കാകുന്നു എന്ന ആ പ്രയോഗവും തന്നെ സമാനമായവയാണ്. അവിടെയും ഒരു ഏലസിന് സ്വയം കഴിവുണ്ട്, ഒരു ഏലസ് ഇലാഹാണ് എന്നാലും വിശ്വസിക്കുമോ? ഇല്ല. എന്നിട്ട് പോലും ഏലസ് കെട്ടിയ ശിർക്കാണെന്ന് പറഞ്ഞു. അപ്പൊ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. ഖാലിഖാണ്, ഇലാഹാണ് എന്ന് വിശ്വസിക്കണമെന്നില്ല ശിർക്ക് വരാൻ. വമൻ സഹറ ഫഖദ് അശ്റക, മറ്റൊരു ഹദീസിൽ കാണാം, വല്ലവനും സിഹ്ർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. സിഹ്ർ ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. കാരണം സിഹ്ർ ചെയ്യുമ്പോൾ ശിർക്കാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെയും തന്നെ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല ശിർക്ക് വരാൻ എന്നർത്ഥം. പ്രസിദ്ധമായ സംഭവമാണ് ദാത്തു അൻവാത്തിന്റെ ഹദീസ് എന്നറിയപ്പെടുന്ന ഇമാം തിർമിദി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത ആ സംഭവം. അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, സ്വഹാബിമാർ നബിയുടെ കൂടെ യാത്ര പോകുമ്പോൾ മുശ്രിക്കീങ്ങളുടെ ഒരു മരം അവർ കാണുകയാണ്. വാള തൂക്കാൻ വേണ്ടി, ബറക്കത്തെടുക്കാൻ വേണ്ടിയൊക്കെ അവർ ഉപയോഗിക്കുന്ന ഒരു പുണ്യവൃക്ഷമായി മുശ്രിക്കീങ്ങൾ കണക്കാക്കുന്ന മരത്തിനരികെ കടന്നു പോവുകയാണ്. സ്വഹാബിമാർ പറയുന്നത്, ഹത്താ ഇദാ മറർനാ ബിശജറ യുഖാലു ലഹാ ദാത്തു അൻവാത്ത്, ദാത്തു അൻവാത്ത് എന്ന് പേരുള്ള ഒരു മരത്തിനരികെ ഞങ്ങൾ കടന്നുപോയി നബിയോടൊപ്പം. ഞങ്ങളൊക്കെ അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. കുഫ്ർ ഒഴിവാക്കി ഇസ്ലാം സ്വീകരിച്ച് വന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വിശദാംശങ്ങൾ, തൗഹീദിന്റെ വിശദാംശങ്ങളൊന്നും പഠിക്കാൻ സാഹചര്യമായിട്ടില്ല. ആ കാലത്താണ് ഞങ്ങൾ നബിയുടെ കൂടെ അന്നാ പോകുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ഈ മരം കണ്ടു. ആ മരത്തിന് അരികെ കടന്നുപോയപ്പോൾ ഞങ്ങൾ പറഞ്ഞ വാക്ക് നബിയോട്, ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാ ലഹും ദാത്തു അൻവാത്ത്, പ്രവാചകരെ അവർക്കെല്ലാം ദാത്തു അൻവാത്ത് ഉള്ളതുപോലെ ഞങ്ങൾക്കും ഒരു ദാത്തു അൻവാത്ത് നിങ്ങൾ നിശ്ചയിച്ചു തരണമെന്നാണ്. അവർക്കെല്ലാം മരമുണ്ടല്ലോ, വാള തൂക്കിയിടാൻ, ബറക്കത്തെടുക്കാൻ, പ്രത്യേക സിദ്ധി ലഭിക്കാനായി ഒരു മരത്തിന് വാള തൂക്കിയിട്ടിട്ടാണ് അവർ വാളുമായി പോകുന്നത്. എങ്കിൽ നമുക്കും ഒരു മരം നബിയെ നിങ്ങൾ നിശ്ചയിച്ചു തരണം. സ്വയം കഴിവുള്ള മരമല്ല, ഇലാഹായ മരമല്ല,
നബിതങ്ങൾ നിശ്ചയിച്ചു കൊടുക്കണം. ഒരു മരം നിശ്ചയിച്ചു കൊടുക്കുക, ഇതാ ഈ മരത്തിന് വാള് നോക്കിക്കോ എന്ന് നബിയെ നിങ്ങളൊന്ന് നിശ്ചയിച്ചു തരണം. എന്താ നബിയുടെ പ്രതികരണം? ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. ഇലാഹിനെ വേണമെന്ന് ചോദിക്കും പോലെയാണ്. അഥവാ സമസ്തക്കാർ പറഞ്ഞ വാദമാണ് ശരിയെങ്കിൽ നബിതങ്ങൾ ഇങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. സ്വയം കഴിവുള്ള മരം ഒരു സ്വഹാബിയും ചോദിക്കില്ല. എന്നിട്ട് പോലും ഇനി ഇലാഹിനെ വേണമെന്ന് ചോദിക്കലാണ് എന്നാണ് നബിതങ്ങൾ പ്രതികരിച്ചത്. മറ്റു ഹദീസിൽ കാണാം, പ്രവാചകൻ വന്നൊരാൾ പറയുന്നു, മാഷാ അല്ലാഹു വശിഅത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളും അല്ലാഹും ഉദ്ദേശിച്ചാൽ അതാണ് സംഭവിക്കുക. അല്ലാഹും റസൂലും ഉദ്ദേശിച്ചാൽ. അവിടെ നബിയുടെ പ്രതികരണം എന്താ? അജഅൽതനി ലില്ലാഹി നിദ്ദ, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിന് തുല്യനാക്കുകയാണോ എന്നാണ്. അവിടെ നബിക്ക് സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ല. അല്ലാഹുവും റസൂലും ഉദ്ദേശിച്ചാൽ അല്ലാഹുവിന്റെ റസൂലാണ് എന്ന വിശ്വാസത്തിലാണ് ആ മശീഅത്ത് ചാർത്തി കൊടുത്തത്. എന്നിട്ട് പോലും നിദ്, ശരീക്ക്, നദീർ, മസീൽ എന്നൊക്കെ അർത്ഥമുള്ള ഫലാ തജ്അലു ലില്ലാഹി അൻദാദൻ എന്ന് പറഞ്ഞ അൻദാദ് അതിന് ഏകവചനമാണ് നിദ്. അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അല്ലാഹുവിന് നിദ്ദാക്കുകയാണോ എന്നാണ് പ്രവാചകൻ ചോദിച്ചത്. എത്രയെത്ര ഹദീസുകൾ സഹോദരങ്ങളെ സമാനമായി കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഇതെല്ലാം ഒന്നിച്ച് പ്രയോഗിച്ച പ്രയോഗം കാണാം. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ. സൂറത്ത് യൂസുഫിലെ 106-ാമത്തെ വചനം. അവർ ഭൂരിപക്ഷം ആളുകളും അല്ലാഹുവിൽ വിശ്വസിക്കുന്നത് അവനോട് മറ്റുള്ളവരെ പങ്കു ചേർത്തുകൊണ്ടാണ് എന്നാണ് വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. ഇവിടെയൊന്നും സ്വയം കഴിവ് എന്നൊരു ഉപാധി അല്ലാഹു റസൂലോ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സ്വയം കഴിവ് വിശ്വസിച്ചില്ലെങ്കിലും, അങ്ങനെ ഒന്ന് വകവെച്ച് കൊടുത്തില്ല എങ്കിലും റഹ്മാനായ റബ്ബിന് നൽകേണ്ടത് പടപ്പുകൾക്ക് നൽകിയാൽ അതിൻ്റെ പേരാണ് ശിർക്ക് എന്ന് ഈ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ശിർക്കാകാൻ ആ സൃഷ്ടിക്ക്, ആ വ്യക്തിക്ക്, ആ മനുഷ്യന് സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായി. ഇനി അഥവാ സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാലോ അതും ശിർക്ക് തന്നെയാണ്, സംശയമേതുമില്ല. സ്വയം കഴിവുണ്ട് വിശ്വസിച്ചാൽ അതും ശിർക്ക് തന്നെ. പക്ഷേ സ്വയം കഴിവുണ്ട് വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഒരു കാര്യം ശിർക്കാവാൻ എന്നർത്ഥം. എങ്കിൽ പിന്നെ എപ്പോഴാണ് ശിർക്കാവുക? എന്താണ് മാനദണ്ഡം? ഒരു നേട്ടം പ്രാർത്ഥനയാവാൻ, ഒരു വണക്കം ആരാധനയാവാൻ, ഒരു ഭയം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഇബാദത്തായി മാറാൻ എന്താണ് മാനദണ്ഡം? സമസ്തക്കാര് പറഞ്ഞു, സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിച്ചാലേ ആരാധനയായി മാറുകയുള്ളൂ. അത് ആവശ്യമില്ല, അങ്ങനെ വേണ്ട, ആ മാനദണ്ഡമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. എങ്കിൽ പിന്നെ എന്താണ് മാനദണ്ഡം? എപ്പോഴാണ് ആരാധനയായി മാറുക? എപ്പോഴാണ് ശിർക്കായി മാറുക? എപ്പോഴാ പ്രാർത്ഥന എന്ന് പറയുക എന്ന് തീർച്ചയായും ഇവിടെ വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നു. അത് വ്യക്തമാക്കാൻ, അത് വിശദീകരിക്കാൻ ലോകാടിസ്ഥാനത്തിൽ തന്നെ വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ വ്യത്യസ്തമായ പദപ്രയോഗങ്ങൾ നിർവഹിച്ചു പോന്നിട്ടുണ്ട്. ഓരോ കാലത്ത് അന്നത്തെ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാവുന്ന വ്യത്യസ്തമായ പദങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാർ ഉപയോഗിച്ചു പോന്നു. അതിൽപ്പെട്ട ഒരു പദപ്രയോഗമാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. തഫ്സീറുകളിൽ, അതേപോലെ ഹദീസിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ, അഖീദാ ഗ്രന്ഥങ്ങളിൽ എല്ലാം നൂറ്റാണ്ടുകളായി ഉപയോഗിച്ചു പോകുന്ന ഒരു പദപ്രയോഗമാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്. അല്ലാഹുവിനല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ, അല്ലാഹുവിന് മാത്രം കഴിയുന്ന, ഒരു സൃഷ്ടിക്കും ചെയ്യാൻ കഴിയാത്ത, ഒരു പടപ്പിനും ചെയ്യാൻ കഴിയാത്ത, അല്ലാഹു അങ്ങനെ വ്യവസ്ഥ നിശ്ചയിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്കല്ലാതെ കഴിയാത്ത കാര്യങ്ങൾ. മറ്റൊരു പ്രയോഗമാണ് അൽ അസ്ബാബുൽ മുഅ്താദ. അൽ അസ്ബാബുൽ മുഅ്താദ, ചില പണ്ഡിതന്മാർ അൽ അസ്ബാബുൽ മഅറൂഫത്തുൽ മുഅ്താദ എന്നൊക്കെ പ്രയോഗിച്ച് കാണാൻ കഴിയും. കാര്യകാരണ ബന്ധങ്ങൾ, കാര്യകാരണ ബന്ധങ്ങൾ. അസ്സബബുൽ മുസബ്ബബാത്ത് ഇതിന്റെ മറ്റൊരു പദപ്രയോഗമാണ്. അസ്സബബു വൽ മുസബ്ബബാത്ത്, കാര്യകാരണ ബന്ധങ്ങൾ എന്ന പദപ്രയോഗങ്ങൾ. അതേപോലെ അസ്ബാബുൻ ഖഫിയ്യ, അസ്ബാബുൻ ഖഫിയ്യ, ഗോപ്യമായ ചില സബബുകൾ, ഗോപ്യമായ ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിക്കപ്പെടുക എന്ന പ്രയോഗം പ്രയോഗിച്ചത് കാണാൻ കഴിയും. ഇങ്ങനെ വ്യത്യസ്തമായ പല പ്രയോഗങ്ങൾ ഓരോ കാലഘട്ടങ്ങളിലായി പണ്ഡിതന്മാർ ഉപയോഗിച്ചു പോന്നിട്ടുണ്ട്. തഫ്സീർ റാസിയിൽ 100ഓളം സ്ഥലത്ത് ആവർത്തിച്ചു വന്ന പ്രയോഗമാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ് എന്ന ആ പദപ്രയോഗം. 100ഓളം സ്ഥലത്ത് അദ്ദേഹം ആവർത്തിച്ചു കൊടുക്കുന്നു. പല വിഷയങ്ങളും പറയുമ്പോൾ, മുഅ്ജിസത്ത് പറയുമ്പോൾ,
കറാമത്ത് പറയുമ്പോൾ, സിഹിർ പറയുമ്പോൾ, പൈശാചികമായ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ, ജിന്നുകളുടെ പ്രവർത്തന മേഖല പറയുമ്പോൾ അവിടെയൊക്കെ ആവർത്തിച്ച് പ്രയോഗിച്ച പദപ്രയോഗമാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹ്, അല്ലാഹു തആലക്കല്ലാതെ കഴിയാത്ത കാര്യം എന്നുള്ളത്.